ഹായ് ഗൈസ്. അതാ ആരോ വന്നോ? ഓക്കെ, അപ്പം ഞങ്ങളിപ്പം റിസോർട്ടിലേക്ക് പോവാണ്. റിസോർട്ടിലേക്കൊക്കെ എത്തുമെന്നറിയില്ല കേട്ടോ. റിസോർട്ടിലേക്ക് എത്തുമെന്നറിയില്ല. റിസോർട്ടിലേക്കാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഞങ്ങളൊരു ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ് കേട്ടോ. പക്ഷേ എവിടെ എത്തുമെന്നറിയില്ല. എന്തായാലും ഇപ്പം വയലിൽ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഞങ്ങളെ വയൽ കാണിച്ചിട്ടാണ്. ഞങ്ങളെ വയലല്ല, എൻ്റെ ഉപ്പാൻ്റെ തോട്ടമൊന്നുമല്ല, ആരാൻ്റെ തോട്ടമാണ്. ഒക്കെ ഉണ്ടോ? ഇതാണ് വയൽ. നമ്മൾ റിസോർട്ടിലെത്തുമെന്തോ അല്ലേ. ഈ ഒരു ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള കഷ്ടപ്പാട് ഞാൻ കാണിച്ചു കേട്ടോ. കുറേ ശ്രദ്ധിക്കാൻ ഞാൻ മെനക്കെട്ടിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഹലോ ഗൈസ്, നമ്മളിപ്പം ഹായ് ഗൈസ്. ഗൈസ് ഇവിടെ നിന്ന് വർത്താനം പറയാൻ ചടപ്പാവുന്നു. ഗൈസ് ഈ ഷർട്ട് ഉണ്ടോ? ദിസ് ഈസ് മൈ ഹസ്ബൻഡ് ഷർട്ട്. ഗൈസ് ആ പട്ടിയാണ് കുറച്ച് കൊടുക്കുന്നത്. കാര്യമാണ് കേട്ടോ. ഇവിടെയാണ് പണ്ട് ഉമ്മാൻ്റെയൊക്കെ കൂടെ ഈ എന്താ പറയുക കുടുംബശ്രീ ഒക്കെ ഉണ്ടാവില്ലേ, അതിന് വന്നിട്ടോ. അവിടെ പണ്ട് ആ വീട്ടിൽ ആനയൊക്കെ ഉണ്ടായിരുന്നു. കണ്ടോ, ഇത് ഇവിടുത്തെ ഒരു കുളം. നല്ല രസമാണ് കേട്ടോ ആ വീട് കാണാൻ വേണ്ടിയിട്ട്. പഴയൊരു തറവാടൊക്കെ പോലെയാണ്. അവിടെ ഇതുണ്ട്, എന്താ പറയുക, ആന ഉണ്ടായിരുന്നു പണ്ട്. അവിടെയുള്ള പട്ടിയാണ് കുരക്കുന്നത്. നടക്കാൻ കുറച്ചധികമുണ്ട്. ഇനി വേണ്ടി ഞാൻ റിസോർട്ടിൽ പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് പണി തീർന്നിട്ടില്ല, ഇപ്പോൾ പണി തീർന്നു. അപ്പോൾ കാണാൻ നല്ല രസമായിരിക്കുമല്ലോ. എന്തായാലും ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കാം. ഗൈസ് അപ്പോൾ ആരാ കയറ്റാ? നല്ല കയറ്റില്ലേ? മുകളിലത് അടിയില്ലേ. ഞാൻ രണ്ടാമത്തെ വട്ടം ഇനി ഒന്നും കൂടെ വെക്കും, 3 വെക്കും. ഉദ്ഘാടനത്തിന് ഇരിക്കുന്നേ. അല്ല വലിയ കയറ്റ ഗൈസ്. ബൈക്കിൽ കാണുന്നു. ഇപ്പോൾ പണി കഴിഞ്ഞിട്ട് നല്ല രസമുണ്ടല്ലേ. ഉണ്ടേനു ഒക്കെ ഇങ്ങനെ മൂടി വെച്ചിരിക്കാനും. ഇപ്പം നല്ല ഭംഗി. ഇതൊക്കെ അന്ന് റൂമൊന്നുമില്ലേ, സെറ്റായില്ലേനു. ഇന്ന് ഉദ്ഘാടനമാണല്ലോ. അപ്പം ഇന്ന് 10-ാം തീയതി. ഇന്ന് 10-ാം തീയതി അല്ലല്ലോ. കേസെല്ലാ പണിയും തീർന്നു. പിന്നെ വന്നപ്പോൾ കുറേ പണി ബാക്കിയുണ്ട്. ഞങ്ങൾ അന്ന് വന്നപ്പോൾ ഇല്ലേ, റൂമിൻ്റെ ഉള്ളൊന്നും റെഡി ആക്കിയിട്ടുണ്ടായില്ല. ബാക്കിയൊക്കെ വൃത്തിയാക്കിനു, ബാക്കിയൊക്കെ ശരിയായിരുന്നു. ഇപ്പോൾ എവിടെയും പണി കഴിഞ്ഞു, ഫുള്ള് കഴിഞ്ഞു. പിടിച്ചാട്ടി ഹൈറ്റില്ലാത്തൊരു വിഷയമാണിത്. ഇത് 2-ാമത്തെ തൊട്ടല്ലേ? ഞാൻ 2-ാമത്തെ തൊട്ട്. ശരി, നന്നില്ലേ, പണി തീർന്നിക്കില്ലേ. പണി തീർക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. നമുക്ക് അപ്പുറത്തെ പൂളിൽ പോയി നോക്കണം. താഴത്തില്ലേ? നല്ല രസമുണ്ട് അവിടെ. ഉമ്മാക്ക ഊഞ്ഞാലിഷ്ടം. അന്ന് നമ്മളെ എളാപ്പനോട് ഭയങ്കര ഇഷ്ടമാണ്. ഗൈസ് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇനി ഇറങ്ങാനും ബുദ്ധിമുട്ടാണ്, കയറാനും ബുദ്ധിമുട്ടാണ്. എപ്പോഴും മറ്റേ പലക വെച്ചിട്ട് പോണത് കാലെത്തൂല, അതാണ് പ്രശ്നം. അതുകൊണ്ട് എങ്ങനെ ഇറങ്ങും എന്നുള്ള അല്ലാ, ഇറങ്ങണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. നല്ല രസമുണ്ട്. ഒന്നുകൂടെ പറയാം, മഴ പെയ്തു ഗായ്സ്. നല്ല മഴ പെയ്തു ഗായ്സ്. ഏതാ മഴ നോക്കുമ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ മാത്രം മഴ പെയ്യും. ഒന്നില്ലേ മഴ, ഒന്നില്ലേ വെയിൽ. മിഷോ മിഷോ അതൊക്കെയാണ് ഫീസ്. ചട്ടി മുട്ടായും ലോലിപോപ്പും ഐസ്ക്രീം. ഇവിടെ ചായ ഉണ്ടാവില്ലല്ലോ. എനിക്കിപ്പോൾ ചായ കുടിക്കാനൊക്കെ വന്ന് മടിക്കും. നടന്ന് റോഡെത്തി. അയ്യാ മക്കളെ, ശരിക്കും നടക്കാനാവുന്നില്ല. നടന്ന് വഴി വെച്ചു ഇറക്കാം. പക്ഷെ എനിക്ക് വയ്യ. മൊയന്തന്മാരായിട്ട് വന്നിട്ട് മൊയന്തന്മാരായി പോയി ശരിക്കും. മഴ പെയ്ത് അയ്യോ
ശരിക്കും നല്ല മഴ പെയ്തു, നല്ല കാറ്റും മഴയും വരുന്നുണ്ട് മുകളിൽ. നമ്മളിവിടെ കുടുങ്ങി പോകുന്ന നമുക്ക് തോന്നുന്നു. ഒരൊറ്റ വണ്ടിയുമില്ല, കയ്യിൽ 5 പൈസയില്ല. ഞങ്ങളങ്ങനെ നടക്കാൻ ഇറങ്ങിയിട്ട് നല്ല മഴ പെയ്തു കേട്ടോ. കുടയും എടുത്തില്ല, കയ്യിൽ പൈസയും എടുത്തില്ല, ആകെ ഇടങ്ങാറായിണ്ടായി. പിന്നെ ലാസ്റ്റ് നമ്മൾ നേരെ ടൗണിലേക്കായിരുന്നു എത്തുക, വേഗം എളുപ്പത്തിന്. അങ്ങനെ അവിടുന്ന് ഒരു ഓട്ടോറിക്ഷയും പിടിച്ചിട്ടാണ് കേട്ടോ ലാസ്റ്റ് വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് നല്ലൊരു ചായയും പാസാക്കി അതിൻ്റെ കൂടെ ഒരു മുട്ടയും മസാലയൊക്കെ പെരക്കി പിന്നെ ഈ ഒരു പരിപാടിയായിരുന്നു കേട്ടോ.